ആണോ? ഞാൻ വിചാരിച്ചു എന്നാ പറഞ്ഞ് ആലപ്പുഴയെന്നൊക്കെ ഇങ്ങ എത്തണായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, ഇപ്പം സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രം. അയ്യോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആലപ്പുഴ തന്നെ ആയിരിക്കും എന്ന്. അപ്പൊ ഞാൻ ഇന്ന് കുട്ടനാട്ടുകാരനല്ലേ ഇങ്ങോട്ട് വരുന്നേ, അന്നേരം ഒരു മീനൊക്കെ മണം അടിച്ചു. ആണോ? ഞങ്ങള് ആക്രാന്തം കൊണ്ട് ഇങ്ങനെ എന്റെ ദൈവം തമ്പുരാനെ. അപ്പൊ ഇനി കഴിച്ചേച്ചി അതിന്റെ സ്വാദൊക്കെ പറയണേ, തീർച്ചയായിട്ടും ചേച്ചി പറയണം കേട്ടോ. ഇദ്ദേഹത്തെ പറ്റി എന്നാ ഞാൻ പറയുന്നത്, കൂടുതൽ പറയുവാണെങ്കിൽ ലോക പ്രശസ്തൻ എന്ന് തന്നെ പറയണം. ലോക പ്രശസ്തനായ ശ്രീ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ മകനാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് എന്താ പറയുക മീഡിയയിൽ കൂടി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വരം നമ്മൾ കേട്ടിട്ടുണ്ട്. സംഗീതം ഒരു ഉപാസന പോലെ, എന്താ പറയുക അതിനല്ലേ, അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എല്ലാം കൂടെ ചോദിച്ച് ഇവിടെ നിർത്താൻ ഒക്കുകയല്ല. പറഞ്ഞില്ലേ ഇച്ചിരി വിശപ്പുണ്ട്, മണം അടിച്ചപ്പം നല്ലോണം വേഗം വന്നതാ നമ്മുടെ ഷോയിലേക്ക്. അപ്പൊ പിന്നെ നമുക്ക് ഇരുത്തിക്കൊണ്ട് വർത്താനം പറയാം അല്ലേ? വരണം ചേച്ചി വരും. പ്രേമയമുന തീരവിഹാരം ശൃംഗാര സുഖസാരം വിശന്നാ വരുന്നതെന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ എന്നാ പറയുന്നത്, ആഹാരം എടുത്തേച്ച് നമുക്ക് വർത്താനം പറയണോ അതോ കുശല അന്വേഷിച്ചു മതി? അപ്പൊ അച്ചിരി വിശപ്പേ ഉള്ളൂ. അതല്ല, ഈ കുശലവും കഴിപ്പും കൂടെ നടക്കില്ല. അല്ലെങ്കിൽ തന്നെ വേറൊരു സൈക്കോ ഉണ്ട് കേട്ടോ, വിശക്കും തോറും രുചിയും കൂടും എന്ന് പറയുന്നല്ലേ. അപ്പൊ ഇച്ചിരി വിശപ്പിച്ചേച്ച് ഞങ്ങള് ചെയ്യാം. ഇപ്പൊ ഞാൻ സാർ, എന്റെ പ്രേക്ഷകരോട് ഞാനിപ്പോ പറഞ്ഞില്ലേ, സാറിന്റെ സ്വരം ഞങ്ങള് സിനിമയിലൊക്കെ കേട്ടു. പക്ഷെ എന്നാൽ ഒരു രാമായണ മാസോ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സന്ധ്യയ്ക്ക് ഒരു വീട്ടിൽ നാമജപങ്ങളൊക്കെ ഒത്തിരി കുറവായി കാലത്ത്. അപ്പോഴും സാറിൻ്റെ ഒരു ശബ്ദം, ആ ഒരു അന്തരീക്ഷമാണ് ആ വീട്ടിലേക്ക് ഭക്തി കൂടുതലും കൊണ്ടുവരുന്നത്. രണ്ട് സന്ധ്യയിലും ഒതുക്കി കളഞ്ഞൊരു ശബ്ദമായി. അല്ല ശരിക്കും സർ എങ്ങനെയാ, എനിക്ക് ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുവാണെങ്കിൽ അച്ഛൻ വലിയൊരു നാടക ആചാര്യനാണ്. അപ്പം ഇതെല്ലാം കണ്ടാണ് സാർ കുഞ്ഞിലെ വളർന്നു വരുന്നത്. ശരിക്കും അതാണോ സാറിനെ ശരിക്കും ഇതിലേക്ക് വരാൻ കാരണം? തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരമല്ലേ നമ്മളെ നയിക്കുന്നത്. നമുക്ക് കൊച്ചിലെ കിട്ടിയ സംസ്കാരവും പിന്നെ ഞാനിപ്പോൾ ഇത് രാമായണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ആകാശവാണിയിൽ എനിക്ക് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങിയതാണ്. എന്നെ എപ്പോഴും ചെയ്യിപ്പിച്ചു. ഒരു 3 മാസം 4 മാസം കൊണ്ട് അന്ന് തുടങ്ങിയ സംഭവമാണ്, 30 വർഷം മുമ്പ്. അപ്പോൾ അതിങ്ങനെ നിമിത്തമായി മാറി എന്നേ ഉള്ളൂ. ആദ്യമായിട്ടൊക്കെ അപ്പോൾ രാമായണം വായിക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായില്ല? അതിന് മുമ്പ് ഈ ആകാശവാണി ഞാൻ കാഷ്വലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും പലപ്പോഴും ഈ പിന്നെ മ്യൂസിക്കൽ പ്രൊഡക്ഷൻസിനൊക്കെ ശ്ലോകങ്ങൾ പാടാനും ഒക്കെ പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ നാടക നാടകത്തിൽ നമ്മൾ പലപ്പോഴും ഈ സംസ്കൃത നാടകങ്ങളിലൊക്കെ അച്ഛൻ്റെ അതിലൂടെ നമ്മൾ ചൊല്ലിയും പിന്നെ കുറേ നാടൻ പാട്ടുകൾ വീട്ടിൽ കളക്ഷൻ ഉണ്ട്. ഇത് കേട്ടും ക്ലാസിക്കൽ പഠിത്തവും ഇതെല്ലാം കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ പിന്നീട് പിൽക്കാലത്തുണ്ടായിട്ടുള്ള പല ഇതും. അതെ. അപ്പോൾ സാറിന് കുഞ്ഞിലേ ഇത് വന്ന് ഇഷ്ടമായിട്ട് ചെയ്തതാണ്. അപ്പോൾ കോളേജിലൊക്കെ മ്യൂസിക് അങ്ങനെ വല്ലതും? കോളേജിൽ ക്ലാസിക്കലേ പാടുള്ളായിരുന്നു. ഞാൻ ഈ മ്യൂസിക് കോമ്പറ്റീഷൻസിനൊക്കെ ക്ലാസിക്കലും മറ്റേ ലൈറ്റും പാടും. എങ്കിലും ഞാൻ ക്ലാസിക്കലിനാണ് യൂണിവേഴ്സിറ്റി തലത്തിൽ പോകുന്നത്. പ്രൈസ് കിട്ടും, മറ്റേ പ്രൈസ് കിട്ടുമെങ്കിൽ ഞാൻ വേറൊരാളെ അതിന് സജസ്റ്റ് ചെയ്യും. നമ്മൾ പിന്നെ ലൈറ്റിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പോയിട്ട് എനിക്ക് ക്ലാസിക്കലായിരുന്നു കുറച്ചുകൂടെ താല്പര്യം അന്നത്തെ കാലത്ത്. പിൽക്കാലത്താണ് ഇതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ കുറച്ചുകൂടെ സംഗീതത്തിൽ ലൈറ്ററായിട്ട് വരാനായിട്ട് പലപ്പോഴും ഞാനിപ്പോൾ ആദ്യം പാടിയ ഒരു ചിത്രമുണ്ട്, മറ്റേ പൂരം. മറ്റേ പ്രേമയമുന തീരവിഹാരം ശൃംഗാര സുഖസാരം പ്രേമയമുന തീരവിഹാരം ശൃംഗാര സുഖസാരം എന്ന് പറയുന്ന പ്രേമം അന്ന് എനിക്കില്ലായിരുന്നു. 25 വർഷവും 30 വർഷവും മുമ്പ് പാടുമ്പോൾ ഇപ്പൊ ഉണ്ട്. രണ്ട് വ്യക്തികളും സംഗീതവും ചേച്ചിയോടും അല്ലേ?
പിള്ളേരൊക്കെ ചേച്ചി? പിള്ളേർ ഒരാൾ ബിടെക് കഴിഞ്ഞിട്ട് MSc ചെയ്യാണ് ജർമ്മനിയിൽ. ഓക്കെ. അല്ല അല്ലേത് മോളാണ്. അവളിപ്പോൾ BCom മാരവാനസ് കഴിഞ്ഞിട്ട് ലോയലയിൽ ചെന്നൈയിൽ MBA കിട്ടി. അങ്ങനെ പോയി. രണ്ടുപേരും ഇവിടെ ഇല്ല. ചേട്ടൻ്റെ ലൈഫിലേക്ക് ചേച്ചിയുടെ പ്രവേശനം എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നു. ഞാൻ കോളേജ് ഡിഗ്രിക്ക്. ചേച്ചി ആദ്യമേ നമ്മളോട് പറഞ്ഞു അറേഞ്ച്ഡ് ആണ്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കണ്ടാൽ പലർക്കും തോന്നും നമ്മൾ അല്ലേ വെയിറ്റ് ഫോർ ഈച്ച് അതർ. അല്ല പിന്നെ ആ ഒരു എന്നാ പറയുന്നത്, പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണെന്നൊക്കെ തോന്നും. അതെ തോന്നും. ചേച്ചിയുടെ വീടും ആലപ്പുഴയാണോ? അല്ല ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രമാണ്. ശരിക്കും എൻ്റെ അച്ഛൻ്റെ വീട് ചങ്ങനാശ്ശേരി, അമ്മയുടെ വീട് മാവേലിക്കര. പക്ഷെ അച്ഛന് ഇവിടെ ജോലി ആയതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രം. ചേച്ചി സംഗീതം ഇഷ്ടമാണോ ചേച്ചിക്ക്? ഇഷ്ടമാണ്, പിന്നെ തീർച്ചയായിട്ടും ഡാൻസും. സ്റ്റിൽ ഓക്കെ. എനിക്കൊരു ഇടി പോലെ ആവുന്നു. വേണ്ട കേട്ടോ ചേച്ചി, അധികം വേണ്ട. അല്ല ഡാൻസ് എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു ചെറിയൊരു മോശ കൂട്ടത്തിലുള്ളതാ. ദേഹം നിറഞ്ഞൊരു ശകലം പോലും വഴങ്ങുകയല്ല. അപ്പൊ ചേച്ചിയൊക്കെ ഡാൻസ് കളിക്കുന്ന പറയുമ്പോഴേ നമുക്കൊരു ഷുഡ് അപ്രീഷിയേറ്റ് കേട്ടോ ചേച്ചി. വെരി ഗുഡ്. ചേച്ചി ഈ ചേട്ടന് ഭയങ്കര എന്നാ പറയുന്നത്, ചേട്ടൻ്റെ സ്വരവും സംഗീതമൊക്കെ മിക്ക മലയാളി പ്രേക്ഷകർക്കൊക്കെ അറിയാം. ചേച്ചിക്ക് അതിനകത്ത് സാറിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നതാ? എനിക്ക് സത്യത്തിൽ ക്ലാസിക്കൽ കച്ചേരി ഭയങ്കര ഇഷ്ടമാണ്. വേറെ വെച്ചാൽ എനിക്ക് എല്ലാവരുടെയും ക്ലാസിക്കൽ കച്ചേരി അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റാറില്ല. അത് ഭർത്താവായോണ്ടല്ല, എനിക്ക് വേറെ ഇഷ്ടമാണ് എം ജയചന്ദ്രൻ്റെത്. അങ്ങനെ ശ്രീവത്സൻ മേനൻ്റെ, TM കൃഷ്ണ, അങ്ങനെ ഇഷ്ടമാണ്. ഈ അച്ഛൻ്റെ ആ പാരമ്പര്യം വെച്ച് ഞാൻ ചോദിക്കുക, അച്ഛന് നാടകം അല്ലാതെ എന്തേലും കളരിയോ അങ്ങനെ? കളരി ഞാൻ പോയിരുന്നു. എന്ന് ചിത്ര നേരം ഞാൻ അങ്ങനെ വട്ടം ചുറ്റി വരുന്നതിന് മുമ്പേ പറയുന്നതല്ല. ഇതെല്ലാം ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു 4 വർഷം ജോലി കിട്ടുന്നതിന് 4 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ നമ്മുടെ CVN കളരി, ഇവിടെ സത്യൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗുരുക്കളുണ്ടായിരുന്നു. ആ ഗുരുക്കളുള്ള സമയത്ത് ഒരു 4 വർഷം നല്ല വളരെ എന്താ പറയുക, ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ ഒക്കെ വെച്ചിട്ട് നല്ല എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു നല്ല ഫ്രഷാണ് രാവിലെ നമ്മളിത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കളരി തുടങ്ങി 10 വരെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോഴേ നമ്മൾ വിചാരിച്ചു ഇത് അടിക്കാനുള്ളതല്ല, മനസ്സിൻ്റെ ഒരു സംസ്കാരത്തിനുള്ളതാണെന്ന് മനസ്സിലായി. ഓ അത് ശരി. 10 പേരെ അടിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ ചുമ്മാ ഒരു തമാശക്ക് ഞാൻ പറയൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ കച്ചേരി കഴിഞ്ഞിട്ടുള്ളൊരു അതാണോ, അല്ലെങ്കിൽ ഭാര്യയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ സിനിമയില് ഏറ്റവും ഇഷ്ടം സുരേഷ് ഗോപിയുടെ സിനിമയാണ്. അത് നല്ല അടിയുള്ള ഷാജിയുടെ ഒക്കെ പോലത്തെ കണ്ടോ, അതാണ് ഏറ്റവും ഇഷ്ടം. കാരണം നമുക്ക് വെളിയിൽ ചില അന്യായങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ട് സന്തോഷിക്കാമല്ലോ, എല്ലാവരും പറയുന്നതിനും കണ്ട് സന്തോഷിക്കാമല്ലോ. അത് നേരെ. എന്നാ ശരിക്കും നമ്മൾ എന്നാ മറ്റേ ആസ് എ സിറ്റിസൺ നമുക്ക് റിയാക്ട് ചെയ്തുകൂടെ സാർ? റിയാക്ട് ചെയ്താലും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യാനുള്ള അവസ്ഥ ഇപ്പം അറിയാമല്ലോ. നമുക്ക് ഒരു പക്ഷപാതവും പിടിച്ചൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അതിൻ്റെ താഴെ നല്ല. ഞാൻ ബേസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യല. നമ്മളെല്ലാം ഇങ്ങനെ എന്നാ പറയുന്നത്, പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഇട്ട് അടിമപ്പെടുത്തിയ പോട്ട് ഇപ്പൊ ഏതാണ്ട് ഈ ഗവൺമെന്റ് അങ്ങനെയാണോ? നമ്മളൊന്നും റിയാക്ട് ചെയ്യണ്ടേ? നമ്മൾ അങ്ങ് സഹിച്ചാൽ മതിയോ? സഹിച്ചാല് സഹിക്കുന്ന പല ആൾക്കാരുടെയും വിധി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും പറഞ്ഞ് നമ്മൾ കുറെ പേര് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ സാർ ഇത് മാറത്തുള്ളൂ ചേട്ടാ? അല്ല, നമുക്ക് നമ്മുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പല ക്രിറ്റിസിസം നമുക്ക് ചെയ്യാം. നമുക്ക് വളരെ സാംസ്കാരികമായിട്ട് നമുക്ക് ഈ പറയുന്ന അവാർഡുകൾ തിരിച്ചു കൊടുത്തു എന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ പരിധിക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ പേനയുടെ ശക്തിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു എഴുത്താണ് അല്ലെങ്കിൽ നമ്മുടെ സംഗീതമാണെങ്കിൽ, ഇപ്പോൾ പണ്ടുള്ള കവികളൊക്കെ എഴുതിയിരുന്നത് എന്താണ്, എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അവരുടെ കവിതകളിലൂടെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മലയാളികളുണ്ടല്ലോ, നമ്മുടെ കേരള വിട്ട് എബ്രോഡൊക്കെ പോവാന്നെങ്കിൽ എന്നാ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ലപോലെ പണിയെടുക്കും, നല്ലപോലെ ശരിയല്ലേ ചേട്ടാ? പക്ഷെ നമ്മുടെ നാടിനോട് തന്നെ ഇല്ലാത്ത എന്താന്ന് എനിക്കറിയില്ല. സംഗീതം ഇവിടെ അധികം ഉണ്ടോ ഇല്ല ചോദിച്ചാൽ അവിടെ ചെന്നൈയിലോട്ട് ചെല്ലുമ്പോഴേ ഉള്ളൂ. സത്യവാ. കാരണം അവിടെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാനും നല്ലപോലെ ആൾക്കാരുടെ സ്വഭാവം തന്നെ വ്യത്യാസമില്ലേ ഒത്തിരി. നമ്മുടെ ரொம்ப നന്നായി പാടുന്നത് എന്ന് പറയുന്നേ ഉള്ളൂ. എല്ലാവരും മുഖത്ത് നോക്കി അത് പറയും. ശരിയാട്ടോ. ഞാൻ എന്തായാലും ആഹാരം തന്നേച്ച് ബാക്കി വിശേഷം ചെയ്യാം.
ഞാനിത് പലരുടെയും ഈ ഷോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എന്താ വിളിക്കാത്തത്. അവിടെ നിന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്ന്. കഴിക്കാനോ ഈശ്വര. ഇപ്പൊ പറഞ്ഞേ ഞങ്ങളുടെ മീൻകറി അപ്പവും എങ്ങനെയുണ്ടത്? അസൽ അടിപൊളി. തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്തതാ. കുട്ടനാടന്റെ രുചിയൊക്കെ വരുന്നുണ്ടോ ചെറുതായിട്ട്? മീൻ എന്ന് പറയുന്നത് തന്നെ ഈ കറി അവിടുത്തെ അല്ലേ? ഈ കറി കഴിക്കത്തുള്ളൂ. മറ്റേ ചുമന്ന മീൻകറി, ഈ ചുമന്ന ഇങ്ങനത്തേത് തേങ്ങാപ്പാല് തേങ്ങ അരച്ചത് ഇഷ്ടമല്ല. അത് ട്രിവാൻഡ്രത്താ മെയിനായിട്ട് വെക്കുന്നത് തേങ്ങ അരച്ച മീൻകറി അല്ലേ? അത് അത്ര ഇഷ്ടമല്ല. ബേസിക്കായിട്ട് നമ്മൾ കൊച്ചിലെ കഴിക്കുന്ന ഒരു സ്വാദം ഉണ്ടല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. എത്രയായാലും അല്ലേ നമുക്ക് അതിനോട് ഇച്ചിരി കൂറ് വരും. പിള്ളേർക്ക് രണ്ടുപേർക്കും സംഗീതത്തോട് ഇഷ്ടമാണ്. പാടുവോ? ഞാൻ പറഞ്ഞ എന്നെക്കാളും നല്ല വിവരമാണ് എൻ്റെ മോനും. അവനിപ്പം അവധിക്ക് സമ്മർ ബ്രേക്കിന് വന്നപ്പം ശരത്ത് ഒരു പാട്ട് പാടിച്ചു, ടി.കെ. രാജീവ് കുമാറിന്റെ വരാൻ പോണ മൂവിക്ക് ഇറങ്ങാൻ പോകുന്ന. മോളോ? മോളും പാടും, നന്നായി പാടും. മോള് നല്ല മെലഡി, നല്ല എന്താ പറയുക, ക്ലാസിക്കൽ അധികം പഠിച്ചിട്ടില്ല. മോൻ നല്ല ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, അത് തന്നെ കേൾക്കുള്ളൂ. പക്ഷെ നമ്മൾ തന്നെ ക്ലാസിക്കലും ഇവളും നല്ല മെലഡി. ശരി ചേട്ടാ, ഈ കുട്ടിക്കാലവും ഗുരുക്കന്മാരെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. നമ്മുടെ ആലപ്പുഴയുള്ള വീട്ടിൽ ദിവസവും ആരെങ്കിലുമൊക്കെ വരും. ഇപ്പോൾ ഒരിക്കൽ നമ്മുടെ NN പിള്ള അദ്ദേഹം ഒരിക്കൽ ഒരു നാടകത്തിന് വന്നു. അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ അന്ന് ഫാസലും നമ്മുടെ വേണിച്ചേട്ടനും ഒക്കെ ഉണ്ട്. നെടുമുടി വേണിച്ചേട്ടനും. അപ്പോൾ വീട്ടിലിങ്ങനെ ഉണ്ട്. തിരുവാഴുത്താനെ കുറച്ച് നാടകത്തിൽ ഫാസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അന്ന് ഫാസിലിൻ്റെ മിമിക്രിയും നമ്മുടെ വേണിച്ചേട്ടൻ്റെ മോണോ ആക്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം വീട്ടിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ അവിടെ വന്നപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇതിലൊരു കാര്യം കാണിക്കരുന്നു, ഒന്ന് കാണണം. എന്നിട്ട് ഫാസിൽ പിള്ള സാറിനെ അനുകരിച്ചു. അത് അടുത്തിടെ വരെ നമ്മുടെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, വളരെ പണ്ടത്തെ. ഞാൻ ഇങ്ങനെയാണോ സംസാരിക്കുന്ന പുള്ളി ചോദിച്ചു. അവിടെ അപ്രിസിയേഷനാണ്, ഞാൻ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് വളരെ എന്താ പറയുക അറിയിക്കാതെ കാണിച്ചതാണ്. രസം. അങ്ങനെയുള്ള ചില വലിയ വലിയ ആൾക്കാർ, ദക്ഷിണാമൂർത്തി സ്വാമി എല്ലാ വർഷവും ഇങ്ങനെ വരുമായിരുന്നു അച്ഛനായിട്ട്. ചില ബാലേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്, കമ്പോസ് ചെയ്യാനായിട്ട് വരുമായിരുന്നു. ഇതിന്റെ ഒക്കെ ഇടയിലാണ് സാർ ഇങ്ങനെ വളരുന്നത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ കണ്ടു വളർന്നവരൊക്കെയാണ് ദക്ഷിണാമൂർത്തി. സംഗീതത്തിൽ ഏറ്റവും നമ്മൾ ആരാധിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി. അങ്ങനെ ഒരിക്കൽ വന്നപ്പോഴത്തേക്ക് എന്നെ ആ ഇടയ്ക്ക് ഇറങ്ങിയൊരു പാട്ടൊക്കെ എന്നെ പാടിപ്പി, ചുമ്മാ ഒരു പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. അതിനകത്ത് അവസാനം ഈ മയങ്ങിടുമ്പോൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. 2-3 രാഗത്തിലാണല്ലോ പറയും. ഈ മയങ്ങിടുമ്പോൾ എന്നൊരു ഒരു തരത്തിലും എനിക്ക് വരില്ല. കൊച്ചിലെ 8 വയസ്സ് തൊട്ടുള്ളൂ. ദൂരദർശനിൽ ഇതേ പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നൊരു നോക്കടാ 8 വയസ്സിൽ ഞാൻ കേൾക്കുകയും പിന്നീട് ഇന്റർവ്യൂ ചെയ്യേണ്ടി വരുന്ന അപ്പോഴും ഞാനൊരു നഗരാതി എണ്ണയുണ്ടോ സഹചരാതി കുഴമ്പുമുണ്ടോ വേണ്ടി വന്നാൽ അലവലാതി ലേഹ്യമുണ്ടോ. അപ്പൊ ഞാൻ പാടിയപ്പോ എന്തോ സംഗതി കൊടുത്ത് പാടി ഉണ്ടോ. അങ്ങനെയൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ചേട്ടാ കഴിക്കൂ, ഇച്ചിരി കൂടെ വിളമ്പട്ടെ. മീൻ കഷ്ണം 5 വയസ്സിൽ തുടങ്ങിയ എൻ്റെ അമ്മ വളരെ പിന്നെ എന്താ പറയുക ടേസ്റ്റ് അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലിങ്ങനെ ഒരു ശിവശങ്കര പണിക്കർ സാറ്, പിന്നെ കുറേ ഗുരുക്കന്മാരുണ്ട്. നമ്മുടെ തൃശ്ശൂർ പോയപ്പോൾ ഒരു R വൈദ്യനാഥൻ, അങ്ങനെ കുറേ ആൾക്കാരെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ, യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നൊക്കെ എന്നെ പഠിപ്പിക്കുന്നത് വളരെ എന്താ പറയുക വെളുപ്പിനെ എണീപ്പിച്ച് അങ്ങനെയൊക്കെ. നമ്മൾ മടിയനാണ്, അപ്പോൾ വെളുപ്പിനെ എണീപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രസമായിരുന്നു അത് ശരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയല്ല, ഒരു അക്കാഡമി അവാർഡ് ഇപ്പം 2012 നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി സാറ് വന്നതിന് ശേഷം ഒരു
ക്ലാസിക്കൽ ഒരു അവാർഡ് കിട്ടി. അതിനു മുമ്പ് 99 പിന്നെ മള്ളിയൂർ തിരുമേനി ചേട്ടനൊരു ഒരു ബന്ധമുണ്ട്. തിരുമേനി ഒരു പേര് ഒരു അത് കഴിച്ചുകൊണ്ട് പറയാൻ പാടില്ലെങ്കിലും തിരുമേനിയുടെ സെയിം നാളാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര വലിയ വാത്സല്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത്. അത് എന്തിനാ തന്നെന്ന് വെച്ചാൽ കുറേ വർഷമായിട്ടുള്ള രാമായണ പാരായണത്തിന് ഒരു പുരസ്കാരവും ഒരു ടൈറ്റിലാണ് രാമകഥാശുകൻ. എന്താ വെച്ചാൽ തത്തയെ കൊണ്ടാണല്ലോ കഥ പറയുന്നത്, രാമകഥ. അപ്പോൾ അവർ വളരെ അന്വർത്ഥമായ ഒരു ടൈറ്റിൽ, അത് വലിയൊരു പുരസ്കാരമായിട്ട് ഞാനിപ്പോഴും കൊണ്ടു കിടക്കുന്നത് എൻ്റെ മനസ്സിൽ ഒരു വലിയൊരു അംഗീകാരമായിട്ട്. കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി തരുമ്പോൾ തീർച്ചയായിട്ടും അന്വർത്ഥമായ ഒരു പേരും ഒരു ടൈറ്റിലൊക്കെ തരുമ്പോൾ നമുക്കത് ശരിയാണ്. ചേട്ടാ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് സോങ്സിന്, അതായത് ഈ നാടൻ പാട്ടുകൾ. അച്ഛനെ പണ്ട് അക്കാഡമി സെക്രട്ടറി ആയിരുന്നു പണ്ട് ഒരു 10 വർഷം, കേരള സ്റ്റേറ്റ് അക്കാഡമി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ കുറേ ഇങ്ങനെ ഒറിജിനൽ സോങ്സ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു വളരെ പണ്ട്. അന്നൊക്കെ ഓരോ സമുദായത്തിലും അവർക്കൊക്കെ പാട്ടുകളുണ്ടായിരുന്നു. ഇന്നത് അവൈലബിൾ അല്ല, എല്ലാം പോയി. അവരൊക്കെ MBA പഠിച്ച് ഡോക്ടറുമായി എല്ലാം പോയപ്പോഴത്തേക്കും ആ കല നശിച്ചു, അവരുടെ തൊഴിലും പോയി. അപ്പോൾ നമ്മൾ കൊട്ട നെയ്യുന്നവർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തൊഴിലിലും അവർക്കെല്ലാം പാട്ടുകളുണ്ടായിരുന്നു. അതെ, അതിന്റെ പാരമ്പര്യം ഇപ്പം ഇല്ല. ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ചേട്ടാ ഒരു നാടൻ പാട്ട്, അതായത് കുറെ നാളായി നമ്മൾ ഇതൊക്കെ കേട്ടിട്ടില്ലേ, എനിക്കൊരു 2 വരി പാടിത്തരും. നാടൻ പാട്ടൊന്നും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അച്ഛൻ എഴുതിയ സാധനങ്ങൾ മതി, അത് തന്നെ ധാരാളം. കടുക്കെ മുടുക്കെ കാച്ചിനി ജനിക്കാവരുത്ത് മക്കൾക്ക് കണ്ണ് മൊയ്ത്ത് എന്നിട്ടും പറവയാകാനേനു പറ്റിയില്ലാലോ ഏനു പറ്റിയില്ലാലോ ആണിനോ പെണ്ണിനോ മനതലിവില്ലാണ്ട് ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാമൃഗമോ ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാമൃഗമോ മലയോളം ചക്കര കൊണ്ടു കനവു പൊലിച്ചേ ചങ്കിലൊരു പങ്കിളി വന്ന് കിളികിലം വച്ചേ അടിയാത്തി പണിച്ച് പെണ്ണുണ്ട് മൊട്ടത്തി പെണ്ണ് ഒരുങ്കത്തോരുങ്കത്തില് വട്ടം കളിച്ചേ